നമ്മൾ കണ്ടിട്ടുള്ള ജനപ്രതിനിധികൾ ആരും തന്നെ ഇപ്പം നിയമസഭയിലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴോ പാട്ടുകൾ അങ്ങനെ കവിതകൾ ചൊല്ലാറില്ല. ഇപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ പിറന്നാളിന് കവിത ചൊല്ലുന്നു, നിയമസഭയിൽ പാട്ട് പാടുന്നു. ആ സമയത്ത് ചിലപ്പോഴൊക്കെ ട്രോളുകളും നെഗറ്റീവ് കമൻസുകളൊക്കെ വരാൻ സാധ്യതയുണ്ടാവുമല്ലോ. അത് ഇപ്പം നമ്മുടെ പാഷൻ, നമ്മുടെ ജോലി എന്ന് പറയുന്ന രണ്ട് കാര്യമുണ്ടല്ലോ. എങ്ങനെ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സമ്മതിക്കണം? അതും ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ തന്നെ ട്രോളുകളും നെഗറ്റീവ് കമൻസുകളൊക്കെ വരുന്ന ഇന്നത്തെ കാലത്ത് എങ്ങനെ അതിനൊക്കെ? നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവും മോളെ, നമ്മൾ പ്രതീക്ഷിക്കുക. കല്ലേറൊക്കെ നമുക്കുണ്ടാവും. ഞാൻ എന്നെ ചിന്തിക്കുന്നത് ഇതുപോലെ ഈ വഴിയിൽ നടക്കുന്ന മൃഗങ്ങളില്ലേ, അവരായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അവർക്ക് ഭക്ഷണമില്ലെങ്കിലും കല്ലേറുണ്ട്, സന്തോഷം. അവരെ കണ്ടാലെറിയും. ശ്രദ്ധിച്ചിട്ടുണ്ട്? അവർക്ക് ആരും ആഹാരം കൊടുക്കാറില്ല, പക്ഷെ ഒരു കല്ലെടുത്ത് ഒരു പട്ടീനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ എറിയും. മനസ്സിലായി? അത് തന്നെയാണ് ജനപ്രതിനിധി. അപ്പോൾ നമ്മൾ ഈ ത്യാഗം അനുഷ്ഠിക്കാൻ വന്നാണ്. ഞാൻ തുടക്കമൊക്കെ എനിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. കാരണം നമ്മൾ ഈ അപമാനം ഏൽക്കേണ്ടത് എന്തിനാ? നമ്മളെന്തിനാ അപമാനം? നമുക്ക് ജീവിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. നമ്മൾ പാട്ടിലൂടെ നമ്മൾക്ക് ജീവിക്കാനുള്ളത് നമുക്കുണ്ട്. പാട്ടിലൂടെ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഇതുണ്ട്, ഇല്ലേ? ഉണ്ട്. പിന്നെ നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും. അപ്പം നമുക്ക് കഞ്ഞി കുടിച്ചു പോകാനുള്ളത് നമുക്കുണ്ട്. മറ്റുള്ളവരുടെ എടുത്തിട്ട് നമുക്ക് ജീവിക്കേ വേണ്ട. മനസ്സിലായി? അപ്പം നമ്മളിതിലേക്ക് ഇറങ്ങി, താഴോട്ട് ഇറങ്ങി, ഭൂമിയോളവും താന്ന്. കാരണം ഞാൻ പാട്ടുകാരിയായിരുന്നപ്പോൾ ഞാൻ ചിന്തിക്കണത് എന്താ, സാധാരണ പാട്ടുകാരെയും സിനിമാക്കാരെയും ഒന്നും സാധാരണ ഇങ്ങനെ മനുഷ്യർ കാണത്തില്ല. എല്ലാവരും കാറിന് പോകുന്നു, AC കാറിന് പോകുന്നു, വരുന്നു, വലിയ ഹോട്ടലിൽ, മുന്തിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നു, തിരിച്ചു വരുന്നു, വലിയ ഗംഭീരത കാണിക്കണം. ആ ഒരു ലോകം ഗംഭീരതയുടെ ലോകമാണ്. സത്യമല്ലേ? മറ്റുള്ളവരെ കണ്ട ഗവനിക്കാത്ത അവസ്ഥ കാണിക്കുക, ഫോണ് പിടിച്ച് മാറി നടക്കുക, ഇങ്ങനെ ഫോൺ ചെവിയിൽ പിടിക്കുക, പിന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചെവിയിൽ ഫോൺ എടുത്ത് പിടിക്കുക, മറ്റുള്ളവരെ കണ്ടില്ലെന്ന് നടിക്കുക, പോവുക. ഇതൊക്കെ ഞാൻ സിനിമയുടെ ലോകത്ത് കണ്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പാട്ടുകാരുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ പലരിലും ഉണ്ട്. എല്ലാവരിലും ഒന്നും ഞാൻ പറയുന്നില്ല, കണ്ടിട്ടുണ്ട്. ചിലരിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാം. ഒരു അഹങ്കാരികളായിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നൊരു ലോകത്താണ് ഞാൻ നിന്നിരുന്നത്. അപ്പം അന്ന് ഞാനും കുറച്ചൊക്കെ അങ്ങനെ തന്നെയാണ്. എന്താണ്, നല്ല ഹോട്ടലിലേ കയറുള്ളൂ, സാധാരണ കടകളിൽ കയറില്ല. പിന്നെ റെക്കോർഡിങ്ങിന് പോയാൽ റെക്കോർഡിങ് കഴിഞ്ഞാൽ വീടിനകത്തിരിക്കും, ഒരു കടകളിലും അങ്ങനെ പോവില്ല. അതൊന്നും പാടില്ലെന്നുള്ള ചിന്തയാണ്. നമ്മുടെ ആ അഭിമാനം കുറയും, നമ്മുടെ ഇത് കുറയും എന്നാ ചിന്ത. നമ്മൾ ഇത്രയും ഭൂമിയോളം നമ്മൾ താന്നു കഴിഞ്ഞപ്പോൾ നോർമലായി. എവിടെ വേണമെങ്കിലും ഭക്ഷണം നിന്ന് കഴിക്കാം. നമുക്കൊരു സൈക്കിൾ കിട്ടിയാലും നമുക്ക് സൈക്കിൾ ചവിട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാം. അത് ജനപ്രതിനിധി അങ്ങനെ ആയി മാറണമായിരിക്കും. അപ്പം അത് ദൈവമാക്കി തന്നില്ലേ? അഹങ്കാരത്തിൽ നിന്ന് നമ്മളെ കുറച്ചില്ലേ, താഴോട്ട് ഇറക്കിയില്ലേ? രാഷ്ട്രീയം ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒരാളാണ്. രാഷ്ട്രീയം എന്തെങ്കിലും ഈ പറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നൊട്ടും ചിന്തിക്കാത്ത ആളാണ്. ഞാൻ ഒട്ടും ചിന്തിച്ചിട്ടില്ല. രാഷ്ട്രീയം ഇതിലേക്ക് വരാനോ രാഷ്ട്രീയ ജീവിതം എന്താണെന്നൊക്കെ ഒന്നും ചിന്തിക്കാത്തൊരു വ്യക്തിത്വമാണ്. പക്ഷേ ഇപ്പം ഞാൻ ഏതിലാണ് നിൽക്കുന്നതോ അതിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിലൊരു സ്ഥാനമാനങ്ങൾക്കൊന്നും ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. എൻ്റെ മനസ്സിലേച്ചിട്ടേ ഇല്ല ഒരു സ്ഥാനവും. ഞാനൊരു സാധാ വ്യക്തി തന്നെയാണ്. തിരിച്ച് നടന്ന് പഴയൊരു ദലീമയായിട്ട് മാറുവാൻ എപ്പോഴും എനിക്ക് പിന്നാമ്പുറങ്ങൾ തിരിയേണ്ടവളാണെന്നുള്ള ബോധം എൻ്റെ ഹൃദയത്തിലുണ്ട്. അല്ല, അതിനായിട്ടൊരു മത്സര ബുദ്ധിയോടുകൂടെ എനിക്കിനി ഒരു സ്ഥാനം, ഒരു മാനം, ഞാനിനിയും അങ്ങനെ ഒരു പൊസിഷൻ, അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. നമുക്ക് ഈ ഭൂമിയിൽ ഇത്തിരി കിട്ടിയ ജീവിതം, നമുക്ക് എല്ലാവർക്കും ഇത്തിരിയേ ഉള്ളൂ ജീവിതം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ നിമിഷം വരെ ജീവിതം കിട്ടിയതിന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. അടുത്ത നിമിഷം ദൈവത്തിനുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് എന്താ അഹങ്കരിക്കാനും ഒന്നുമില്ല. സാധാ മനുഷ്യൻ ഇത്രയും മനോഹരമായ ഭൂമിയിൽ നമുക്ക് എല്ലാ അവയവങ്ങളോടും കൂടെ സൃഷ്ടിക്കപ്പെട്ടു. നമുക്ക് ജീവിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാക്കി തന്നു. എത്രയോ മനുഷ്യർ ജീവിക്കാൻ പറ്റാത്തവരായിട്ട്, പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ജീവിക്കാൻ പറ്റാത്തവരായിട്ട് പിടയുന്നൊരു ലോകമാണ് ഈ ഭൂമി. കാരണം അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുണ്ടെങ്കിൽ പോലും ആ അർഹത നഷ്ടപ്പെട്ടവരായിട്ട് മാരക രോഗികളായിട്ട്, ജനിച്ചപ്പോഴേ മാരക രോഗികളായിട്ട് മാറുന്ന കുഞ്ഞുങ്ങളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അവർ ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങളല്ലേ. പക്ഷെ നമുക്കിതൊക്കെ തന്നിട്ട് നമ്മൾ അഹങ്കരിക്കാൻ പോയാൽ അത് വെറുതെ അല്ലേ. നമ്മൾ ഒന്നുമില്ലാത്ത ശൂന്യരാണ് നമ്മൾ. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. എൻ്റെ ചിന്തകളിൽ നമ്മൾ സാധാ മനുഷ്യർ കുറച്ച് നാൾ ജീവിക്കാൻ ദൈവം തന്ന ഒരു ഭൂമിയും
ദൈവം തന്നൊരു പരിസരവും ദൈവം തന്നൊരു മഹത്വവും ഒക്കെ നമുക്കുണ്ട്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ നന്നായിട്ട് ജീവിച്ച് എല്ലാവരും സ്നേഹിച്ച് പരസ്പരം സ്നേഹിച്ച് നമ്മൾ മടങ്ങി എന്നുള്ളതാണ്. എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു കട്ടിലും ഒരു കിടപ്പും, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, അത് സത്യമാണ്. അപ്പോൾ ആ സത്യം എപ്പോഴും ഹൃദയത്തിലുണ്ടായാൽ മതി, നമ്മൾ മനുഷ്യരായിട്ട് മാറാം. മനസ്സിലായോ? ആ സത്യത്തെ എടുക്കാതെ വരുമ്പോഴാണ് നമ്മൾ അഹങ്കരിക്കുന്നത്. ഈ മരണം എന്നതും രോഗമെന്നുള്ള സത്യം, അല്ലെങ്കിൽ നമുക്ക് എന്തും പറ്റാം, മറ്റുള്ളവർക്കുള്ളതാണ് അത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അഹങ്കരിക്കും. പക്ഷെ നമ്മുടേതാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു തരത്തിൽ അഹങ്കരിക്കുകയില്ല. നമ്മൾ സാധാ മനുഷ്യരായിട്ട് ജീവിച്ച് മടങ്ങും. അത്രയേ ഉള്ളൂ. അതാ എനിക്ക് ആക്ടർ ബൈജു സാറിന്റെ ബ്രദർ മരിച്ച സമയത്ത് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നൊരു റീല് ഭയങ്കരമായിട്ട് വൈറലായി, അച്ഛനെ ആശ്വസിപ്പിക്കുന്ന ഒരു വീഡിയോ. അത് ഭയങ്കര മില്യൺ കടന്ന് വ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഒരു ചാനലിൽ. ഞാൻ മാമിനെ കുറച്ച് കാണിച്ചു തരാം. അപ്പൊ അതിന് താഴെ വന്ന കുറെ കമന്റ്സ് ഉണ്ട്. കാരണം അതൊരു ഒട്ടും രാഷ്ട്രീയത്തിൽ വന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ആഗ്രഹിക്കുന്ന ഒരാള് ഇന്ന് ഈ ജനം ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് ആളുകൾ കൂട്ടിച്ചേർത്ത് പറയാൻ തുടങ്ങി. എപ്പോഴാണ് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തക നേരത്തെ ആവണമായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയെന്ന് സ്വയം തോന്നി തുടങ്ങിയത് എപ്പോഴാണ്? എൻ്റെ ഹൃദയത്തിൽ ഞാനൊരു രാഷ്ട്രീയക്കാരിയാണ് അങ്ങനെ ഒരു ചിന്തകൾ എനിക്ക് കുറവാണ്. തെറ്റായിരിക്കും ചിലപ്പോൾ, എനിക്കറിയില്ല അത് അതിൻ്റെ അകത്ത് ശരിയും തെറ്റും എന്താണെന്നറിയില്ല. പക്ഷേ എന്നിലൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നും എൻ്റെ ജനം എന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്തുവെന്നും അവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്നൊരു ചിന്തയുണ്ട് എനിക്ക്. ഞാനൊരു വേദിയിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയാറില്ല. പക്ഷെ എൻ്റെ സഹാക്കളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. കാരണം ഞാൻ നടക്കുന്ന വഴികൾ ഞാൻ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സ്ഥാനം, ഈ MLA എന്നുള്ള സ്ഥാനം, അതിന് മുന്നേ വൈസ് പ്രസിഡൻ്റായിരുന്നു, ജില്ലാ വൈസ് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഇതൊക്കെ നേടിത്തരാൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന കുറേ നിർധനരായിട്ടുള്ള സഹാക്കളുണ്ട്. എനിക്ക് വലിയ മഹത്വമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എനിക്ക് എൻ്റെ അരികിൽ നിൽക്കുന്നത്, എന്നെ കൊണ്ടുപോകാനുള്ളത് ഒരു പക്ഷേ തീരെ നിർധനൻ ഒരു സഹാവ്, അദ്ദേഹം ഒന്നുമില്ലാത്തൊരു ശൂന്യനായിട്ടുള്ളൊരു പാവപ്പെട്ട മനുഷ്യനെ ഞാൻ കാണാറുള്ളൂ. ചിലപ്പോൾ ഒരാളായിരിക്കാം, അല്ലെ രണ്ടാളായിരിക്കാം. പക്ഷെ ഇവരാരും സമ്പന്നരോ ഒന്നുമില്ലാത്തൊരു പാവ മനുഷ്യർ എന്നെ കൊണ്ട് ചെന്ന്, കുറേ ആളൊന്നും ഇല്ല, ഒരാളോ രണ്ടാളോ കൂട്ടത്തിൽ വരും. എവിടെ ചെന്നാലും അങ്ങനെയേ ഉള്ളൂ. മനസ്സിലായി? അപ്പം നമ്മൾ അവിടെ ഒരു മിതത്വം നമുക്ക് ദൈവം തരുന്നുണ്ട്. നമ്മളൊരു സാധാ വ്യക്തി, നമ്മളൊരു പാവം, നമുക്ക് അഹങ്കരിക്കാനായിട്ടൊന്നും, ചുറ്റിനും ആഡംബരം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഇതൊക്കെ തീരുള്ളൂ. ഇതൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. അപ്പം അവരെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അവരെ എങ്ങനെ ഇരുന്നാലും എൻ്റെ സഹോദരങ്ങൾ ആണ്, എൻ്റെ സഹാക്കൾ എൻ്റെ സഹോദരങ്ങളാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പം അവരെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. മനസ്സിലായി? അവരെയും കൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നങ്ങ് കയറും. ക്രിസ്മസ് സത്യം പറഞ്ഞാൽ വീട്ടിലൊരു ആഘോഷമായിരിക്കുമല്ലോ. ആരാണ് ഈ പറഞ്ഞ ഒരുക്കങ്ങളൊക്കെ നടത്താറ് ക്രിസ്മസിന് വീട്ടിലിപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ എൻ്റെ മോളായിരുന്നു. ഇവിടെ എല്ലാം അവൾ ചെയ്യും, പിന്നെ മോനും ചെയ്യും മോളും ചെയ്യും. അവർക്കൊരു സന്തോഷമാണ്. ഞങ്ങൾക്ക് 28-ാം തീയതി മുതൽ പള്ളിപ്പെരുന്നാൾ കൂടെയാണ്, ഇവിടുത്തെ പുണ്യാളൻ്റെ പെരുന്നാളാണ്. അപ്പം ആ തിരക്കുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ലൈറ്റും കാര്യങ്ങളും ഇവിടെ എല്ലാം ഫുള്ള് ലൈറ്റായിരിക്കും, ഇവിടങ്ങളിലൊക്കെ ലൈറ്റായിരിക്കും. കാരണം ഇവിടെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ജാതിമത ഭേദമന്യേ എല്ലാവരും പുണ്യാളൻ്റെ നടയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. മനസ്സിലായി? അപ്പം അങ്ങനെ. അപ്പം ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രത്യേകതയാണ്. അപ്പം മോളാ ഇത് അലങ്കാരമൊക്കെ, മോളിപ്പോൾ ഇല്ല, അവിടെ ഇല്ല, പഠിക്കാൻ പോയി. മക്കൾക്ക് എങ്ങനെയാണ് ഈ പാട്ടിനോട് താല്പര്യമുണ്ടോ? ഒരു പാടോ? അവിടെയാണ് എനിക്കൊരു ദുഃഖമുള്ളത്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് മലയാളം പാട്ടുകളെ. അത് കേരളത്തിൻ്റെതായ ഒരു തനിമയുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടം ഈ അടിപൊളി പാട്ടാണ്, കുറച്ച് ഡാൻസ് ചെയ്യുന്ന പാട്ട്, അവരുടെ ഒരു യോയോ പോലെയുള്ള പാട്ടുകൾ. ഇംഗ്ലീഷ് പാട്ട് എന്തോരം വേണേലും പാടി നടക്കും. എനിക്കതിനെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഇതിലെന്താ വിഷമിക്കാനുള്ളത്? നമ്മളുടെ പാട്ടുകളിൽ നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ഉണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വിഷമതകൾ, നമ്മൾ അനുഭവിക്കുന്ന പ്രണയങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന വിരഹങ്ങൾ, ഇതെല്ലാം അതിലുണ്ട്. ഈ വെസ്റ്റേൺ പാട്ടുകളിൽ ഒരേ നോട്ട്സ് അല്ലേ, ദോറമി ഫാസോളസിതോ വെച്ചുകൊണ്ടുള്ള നോട്ട്സാണ് അവർ ഇത് ചെയ്യണത്. അതിൽ അവർ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് കരയാൻ തോന്നത്തില്ല. മനസ്സിലായോ? വരികൾ ഭയങ്കരമായിരിക്കും. അതെ, നമുക്കത് പിടുത്തം കിട്ടാത്തതുകൊണ്ടാണ്. KG മാർക്കോസ് സാറായിട്ട് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആ ഒരു കൂട്ടുകെട്ടിനെ കുറിച്ചൊന്ന് പറയാം. മാർക്കോസ് ചേട്ടൻ വലിയ ഗായകനാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം എല്ലാ ക്രിസ്ത്യൻ ഡിവോഷനിലും പാടുന്നു, എല്ലാ മുസ്ലിം ഡിവോഷനിലും മുസ്ലിം ഭക്തിഗാനങ്ങളും എല്ലാം പാടുന്ന ഒരാളായിട്ടാണ് അന്ന് ഞാൻ ചെല്ലുമ്പോൾ തന്നെ.
അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കുറച്ച് മിക്കവാറും ഒരുവിധപ്പെട്ട ക്രിസ്ത്യൻ ഡിവോഷനിൽ പിന്നെ ഞാൻ കയറിയതോടുകൂടെ എനിക്ക് പാടാനുള്ള ഭാഗ്യമുണ്ട്. അദ്ദേഹം പാടി സീഡിലും കാസറ്റിലും ഒക്കെ പാടാൻ ഭാഗ്യമുണ്ട്. നല്ല വോയിസിൻ്റെ ഉടമയില്ലേ, നല്ല വോയിസ്. അതുപോലെ തന്നെ കെസ്റ്ററും ഞങ്ങൾ ഒരുമിച്ച് കയറിയതാണ്. കെസ്റ്ററിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ പാട്ടുകളും ഹിറ്റാണ്. ഞാൻ മാർക്കോസിൻ്റെ പോലെ തന്നെ കെസ്റ്ററിൻ്റെ എല്ലാം ഹിറ്റാണ്. വിൽസംബിറം ഞാൻ പറഞ്ഞില്ലേ, ഒരുവിധപ്പെട്ട എല്ലാവരുടെയും എനിക്ക് അവരുടെ കൂടുതൽ പാടാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. മിൻമിനിയുടെ പാട്ട് എനിക്ക് ഭയങ്കര ജീവനാണ്. എന്താ പറയുക, പിന്നെ നല്ല ഗായകർ പിന്നാമ്പുറങ്ങളിൽ പോയവരും ഉണ്ട്, കുറേ മനുഷ്യർ ഒക്കെ ഉണ്ട്. എന്താ പറയുക, ഈ ഭയങ്കര കഴിവുണ്ടായിട്ടും പാടി കയറാൻ പറ്റാതെ ആയിത്തീർന്നവരാണ്. മിൻമിനിയൊക്കെ അങ്ങനെയാണല്ലോ. ചേച്ചിയുടെ പാട്ടുകൾ ഇപ്പോഴും നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സോങ്ങുകളാണ്. ഓരോ കാലഘട്ടത്തിലും ക്രിസ്മസ് ആഘോഷിച്ച ഒരാളാണല്ലോ. കുട്ടിയായിരുന്ന സമയത്ത്, കല്യാണത്തിന് ശേഷം, അതുപോലെ തന്നെ ഒരു ഗായികയായിരുന്ന സമയത്ത്, ജനപ്രതിനിധിയായ സമയത്ത് ഒരു ക്രിസ്മസ് ഓർമ്മ പങ്കുവയ്ക്കാൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മളുടെ കുഞ്ഞു പ്രായത്തിലുള്ള ക്രിസ്മസ് എല്ലാവരുടെ മനസ്സിലും നമുക്ക്, എൻ്റെ ചിന്തകളിൽ നമ്മളുടെ ബാല്യമാണ് ഏറ്റവും സന്തോഷപ്രദമായ സമയം. നമുക്ക് കപടതകളില്ലാതെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് തുമ്പിയെയും കിളിയെയും ജീവജാലങ്ങളെയും എല്ലാത്തിനോടും. ഇപ്പം ഞാൻ ഓർക്കും, എൻ്റെ വീടിൻ്റെ അയൽപ്പക്കത്ത് ഇപ്പോൾ റെൻറ്റിന് വന്നൊരു കുട്ടിയുണ്ട്, കുഞ്ഞു കുട്ടിയാണ്, രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ വന്ന് നമ്മുടെ വീട്ടിലൊരു പട്ടി വളർത്തുന്നുണ്ട്. അപ്പം അത് ഈ കൊച്ചുങ്ങളെ കാണുമ്പോൾ നിന്ന് കുരയ്ക്കും. അപ്പം ഈ കുഞ്ഞ് അപ്പുറത്തെ സൈഡിൽ വന്നെന്ന് വെച്ചും ഇതിനോട് ഒത്തിരി സംസാരിക്കും, ഒത്തിരി പുരാണം പറയും. അച്ചി നീ എന്തിനാ കുരയ്ക്കുന്നത്, എന്നോട് സംസാരിക്കുകയാണില്ലേ എന്നൊക്കെ പറയും, നിനക്ക് സുഖമല്ലേ എന്നൊക്കെ പറയും, കുഞ്ഞു കുട്ടിയല്ലേ. അപ്പോൾ അവൾ അങ്ങനെ പറയുമ്പോൾ ഞാനൊക്കെ നമ്മുടെ ബാല്യമൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ബാല്യത്തിലുള്ളതാണ് നമുക്ക് മറക്കാൻ പറ്റാത്തത് എന്തും. അപ്പോൾ എൻ്റെ ക്രിസ്മസ് കാലം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം നിറഞ്ഞ കാലമായിരുന്നു. 4 വയസ്സ് മുതൽ ഞാൻ പള്ളിയിലെ കൊയറിലുണ്ട്, കുഞ്ഞായിട്ടുണ്ട്. എന്നെ എടുത്തുണ്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത് ചേട്ടന്മാർ. എൻ്റെ ബ്രദറും പള്ളി പാടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വരികളൊക്കെ ഒന്നും ക്രിസ്മസ് പാട്ടുകളോ അല്ലെങ്കിൽ പള്ളി പാടേണ്ട പാട്ടുകളോ കാണാപ്പാടെ അറിയില്ലല്ലോ. അന്ന് കുഞ്ഞായതുകൊണ്ടൊക്കെ എഴുത്തും അതിനെ അറിയില്ലാത്തതുകൊണ്ട് ഈ എൻ്റെ ബ്രദേഴ്സൊക്കെ ഒന്ന് പഠിപ്പിക്കും, പാട്ട് പഠിപ്പിക്കും, കാണാതെ പഠിപ്പിക്കും. അങ്ങനെയാണ് ഞാൻ പാടുന്ന പള്ളിയിൽ. അപ്പം അതൊക്കെ ഒരു സന്തോഷം നിറഞ്ഞ ഓർമ്മകളാണ്. അമ്മ പ്രധാനപ്പെട്ട ദിവസമൊക്കെ വീട്ടിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ക്രിസ്മസ് ആണെങ്കിലും ഓണമാണെങ്കിലും വിഷുവിന് പോലും എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും അതിന് വലിയ പ്രത്യേകത അമ്മ തരും. കാരണം എല്ലാവർക്കും പുതിയ വസ്ത്രം, എല്ലാവർക്കും ഓണത്തിന് എല്ലാവർക്കും മസ്റ്റായിട്ട് എടുത്തിരിക്കും, ക്രിസ്മസിന് എല്ലാവർക്കും എടുത്തിരിക്കും വസ്ത്രം. അതുപോലെ തന്നെയാണ് മറ്റ് പെരുന്നാൾ ദിനങ്ങളിലൊക്കെ വസ്ത്രങ്ങളൊക്കെ എടുത്ത്, അതായത് അതൊരു നമ്മൾ ആഘോഷിക്കേണ്ട ഒന്നാണ്. നമ്മൾ എന്തും നമ്മുടെ മലയാളികൾ അത് ആഘോഷമായിട്ട് എടുക്കേണ്ട ദിനമാണ്. അല്ലെങ്കിൽ അന്നത്തെ ദിവസം വലിയ ഭക്തിയും പ്രാർത്ഥനയും ഒക്കെ വേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ നമ്മളെ തിരിച്ചറിയിക്കുന്നതാണ്. കുഞ്ഞാകുമ്പോൾ നമ്മൾ അതിനെ തിരിച്ചറിയാൻ വേണ്ടി അമ്മ അന്ന് തലേ ദിവസം തന്നെ അമ്മ ഉറക്കം നിന്ന് ഭക്ഷണം ഉണ്ടാക്കും. അടുക്കളയെ അമ്മ എപ്പോഴും ഫുൾ ടൈം ഉറക്കം നിൽക്കുകയും പല പല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ നമ്മളിങ്ങനെ ഉറക്കത്തിലാണെങ്കിൽ അതൊരു ആഘോഷം തന്നെയാണ്, ആഘോഷമായിട്ട് മാറി. പിന്നെയുള്ള ആഘോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളക്കുകൾ തെളിക്കും, ഈ നക്ഷത്രങ്ങളൊക്കെ ഇട്ട് പലവിധ, അന്നൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ കടയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങളല്ല, എൻ്റെ ബാല്യത്തിൽ ഈ നമ്മൾ തന്നെ കെട്ടിയുണ്ടാക്കുന്ന നക്ഷത്രങ്ങളാണ്. അപ്പം അത് ഒരു 2 ആഴ്ച മുന്നേ തന്നെ ചില വീടുകളിലൊക്കെ വലിയ നക്ഷത്രം കയറും, വലിയ നക്ഷത്രം. അപ്പോൾ ഇതൊക്കെ കാണാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം എങ്ങും പ്രകാശം പരത്തുന്ന ഒരു ദിനം കൂടിയാണ് ക്രിസ്മസിന്. ഒരു പക്ഷേ ഫുള്ള് പ്രകാശമാണ്. കടകളിലാണെങ്കിലും എല്ലാവരും ജാതിമത ഭേദമന്യേ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കുക, കടകളെല്ലാം അലങ്കാരമാണ്. ഒരു മതസൗഹാർദ്ദം അവിടെ കാണിക്കുന്നുണ്ട്. ഈ ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ വലിയ സന്തോഷം നിറഞ്ഞ കാലഘട്ടമായിരുന്നു. ഇപ്പം എൻ്റെ ബാല്യം, കൗമാരവും അത് തന്നെ, യൗവനവും അത് തന്നെ സന്തോഷം നിറഞ്ഞ കാലഘട്ടം. പിന്നെ ഇപ്പോൾ നമ്മളെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് കുറേ എന്ന് പറഞ്ഞാൽ ഈ ബാല്യം പോലെയുള്ള നിഷ്കളങ്കതയിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല, എല്ലാവരെയും ബോധിപ്പിക്കാനുണ്ട്. എന്നാലും സന്തോഷം നിറഞ്ഞതാണ്. കാരണം ഞങ്ങൾ ഒരിക്കലും സ്വന്തമായിട്ട് ഞങ്ങൾ ആഘോഷിക്കാറില്ല. ഞാനും ഹസ്ബൻഡും മക്കളും മാത്രമായിട്ട് ഒരിക്കലും ആഘോഷിച്ചിട്ടില്ല. ഞങ്ങൾ ഉടനെ തന്നെ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തലേ ദിവസം എൻ്റെ വീട്ടിൽ പോകും, അന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും. അപ്പം എല്ലാവരും ഉണ്ടാവും.
എല്ലാവരും കൂടെയാണ് ആഘോഷിക്കുന്നത്. എപ്പോഴും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ. അപ്പം അത് സഹോദരങ്ങൾ തമ്മിലുള്ളൊരു കൂട്ടായ്മയും സ്നേഹവും അത് നിലനിർത്തുവാൻ നമ്മൾ ആ ദിവസങ്ങളിൽ നമുക്ക് ആ സന്തോഷം മാറ്റി വയ്ക്കുകയാണ് ഇതിനു വേണ്ടി. അതായത് ഒറ്റപ്പെട്ട ഒരു ക്രിസ്മസോ ഒറ്റപ്പെട്ട ഒരു ഓണമോ മറ്റാഘോഷങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഒറ്റപ്പെട്ടതൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ ആഗ്രഹിക്കണമില്ല. തനിച്ചില്ലെങ്കിൽ ഒന്നും വേണ്ട എന്നുള്ളൊരു മാനസിക ചിന്തയാണ്. എല്ലാവരും കൂടെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതാണ് എൻ്റെ പ്രത്യേകത. അതാണ്.